നിങ്ങൾ മരിച്ചു കിടന്ന സമയത്ത് നിങ്ങളുടെ ചിത കത്തി തീരുമ്പോൾ നിങ്ങളെ കാത്ത ഒരാൾ മാത്രം നിങ്ങൾ ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വന്ന് താമസിക്കുന്നു. ഭഗവാൻ താമസിക്കുന്നത് കൈലാസത്തിൽ മാത്രമല്ല, ശ്മശാനത്തിലാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. ഒരു കഥ പറയും. രമണ മഹർഷിയും വിവേകാനന്ദനും ചേർന്ന് ഗംഗയുടെ തീരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം രമണ മഹർഷി പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു ബോധോദയം ഉണ്ടായതുപോലെ നരേന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. നരേൻ ആ കരയിലേക്ക് നോക്കുന്നു. അപ്പൊ അവിടെ ഗംഗയുടെ തീരത്ത് നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ ചെതകൾ കത്താണ്. നിറത്തി എല്ലാ സമയവും ചെത കത്തുന്ന ഒരു സ്ഥലമാണ് വാരണാസി. അപ്പൊ നരേന്ദ്രൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരു 7 അടി ഹൈറ്റുള്ള രാജാനബാഹുവായിട്ടുള്ള ഒരാള്. അദ്ദേഹം മൊത്തം ചുടലഭസ്മം ധരിച്ച് ഓരോ മൃതദേഹങ്ങളുടെയും തലഭാഗത്ത് ചെന്ന് ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗാറുണ്ട്. ആ മരിച്ചുപോയ ആത്മാവ് തോളിൽ കൈയിട്ട് ഭഗവാൻ കൊണ്ടുവരാണ്. ആ ഗംഗയുടെ കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ആത്മാക്കൾ ഇരിക്കുന്നത് എന്താ പറയുക. ഓരോ ആത്മാക്കൾ അവിടെ അന്നപൂർണേശ്വരിയായിട്ടുള്ള ഭഗവതി അവർക്ക് അന്നം വിളമ്പി കൊടുക്കും. സങ്കല്പം